വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ താങ്കൾ ജയിച്ചു വരുവാണെങ്കിൽ താങ്കളുടെ വാർഡിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഓരോ വീട്ടിൽ ഞാൻ കുറേ സമയം ഇരുന്ന് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവരെന്നെ വിളിച്ചകത്ത് കയറ്റിയിരുത്തി എന്നോട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവിടെ വഴിവിളക്കിൻ്റെ ഒരു അഭാവമുണ്ട്. നമുക്ക് മെയിൻ റോഡിൽ കണ്ടത്തിനാവ് തൊട്ട് നീലൂർ വരിക, അല്ലെങ്കിൽ മെയിൻ റോഡുകളിൽ ഈ കാട്ടുപന്നി ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വിളക്കുകളില്ല, വെളിച്ചമില്ല രാത്രിയിൽ. അത് രാവിലെ പള്ളിയിൽ പോകുന്നവർക്കും അല്ലെ ജോലി കഴിഞ്ഞ് രാത്രി വൈകി വരുന്നവർക്കും ഒക്കെ നടന്നു പോകുമ്പോൾ വണ്ടിക്ക് പോകുമ്പോഴൊക്കെ ഇത് ശല്യമാണ്, വെളിച്ചമില്ലാത്തൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക. അതോടെ തന്നെ ഈ പല സ്ഥലങ്ങളിലും മൺറോഡുകളാണുള്ളത്. നമ്മൾ വികസനം ഒത്തിരി എത്തിയെന്ന് പറഞ്ഞെങ്കിൽ പോലും മൺറോഡുകൾ ഇപ്പോഴും ഉണ്ട് പഞ്ചായത്തിൽ. അത് കാരണം തന്നെ മറ്റ് യാത്രാമാർഗ്ഗങ്ങൾ ഇല്ലാത്ത വീട്ടുകാരുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഈ മൺറോഡുകളെല്ലാം നമ്മൾ യാത്രായോഗ്യമാക്കും. അതോടൊപ്പം തന്നെ നടപ്പാലങ്ങൾ ആവശ്യമുള്ളിടത്ത് പലയിടത്തോട്ടും നടപ്പാലങ്ങൾ, ഒറ്റത്തടിപ്പാലങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ വളരെ ദയനീയാവസ്ഥയിൽ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ നടപ്പാലങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക. പിന്നെയുള്ളത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ കാവുങ്കൽ ഭാഗത്ത് ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോഴേ അവർ ആ കാവുങ്കൽ വരെ വന്നിട്ടാണ് അവിടുത്തെ ചെറിയ ഓലിയിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ട് മുകളിലേക്ക് പോകണത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഒരു 5000-ന്റെ വല്ല ഒരു ടാങ്ക് മുകളിൽ മേടിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് എപ്പോഴും വെള്ളമുണ്ട്, ഇതിനകത്തൊരു ചെറിയ മോട്ടർ ഇറക്കിയിടുക. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ടാങ്ക് ചെല്ലും. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഗുരുത്വാകർഷണം വഴി ഓരോ വീട്ടിലേക്കും പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ 6 ഓസ് ഇട്ടാൽ മതി. അതിന് വലിയ ചിലവൊന്നുമില്ല, 10-50,000 രൂപ ചിലവേ ഉള്ളൂ. അത് സർക്കാർ പ്രോജക്റ്റൊക്കെ ആയിട്ട് വരുമ്പം ലക്ഷങ്ങളാവും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ആരെങ്കിലും ഒരാളെ സ്പോൺസർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ സർക്കാർ ഫണ്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട. നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ട്, ഈ നാട്ടിലെ പുറത്തുമുണ്ട്. അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഫണ്ട് CSR ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് അവരെ സമീപിച്ച് അതിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള പാവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അതല്ല വാടക വീട് കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഒരു വീട് സന്ദർശിച്ചു, 1 അല്ല 2 വീട് കണ്ടു. ഇടിവെട്ടി ഭിത്തി വീണ്ടിരിക്കുക. അത് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ ഇടിവെട്ടിതാണ്. അതിന് ഫണ്ടിന് പഞ്ചായത്തിന് ചോദിച്ചിട്ട് പഞ്ചായത്തിന് ഫണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ NGO ഫണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP സർക്കാരിൻ്റെ പല പദ്ധതികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളിലൊക്കെ പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ ഈ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ മനസ്സ് കാണിക്കുക, ആ മനസ്സ് അത് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ വേറൊരു കാരോലി കുടിവെള്ള പദ്ധതിയുണ്ട്, അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൽ നിന്ന് വെള്ളം കിട്ടുന്നതായിരുന്നു കുറേ വീട്ടുകാർക്ക്. അപ്പോൾ അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളൂ, ബാക്കി പൈപ്പുകളും ടാങ്കും എല്ലാം ഉണ്ട്. അത് പ്രവർത്തിക്കാനും നോക്കി നടത്താൻ പറ്റില്ല. അത് വേറൊരു വാർഡിലാണ്. അപ്പോൾ ആ വാർഡിലെ മെമ്പറുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പോൾ വികസന കാര്യത്തിൽ നമ്മൾ വാർഡിൻ്റെ വേർതിരിവ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഒരു വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അവർ ഒറ്റപ്പെട്ട സ്ഥലമാണ്, അടുത്തൊന്നും വീടുകളൊന്നുമില്ല. അപ്പോൾ അമ്മച്ചി വെള്ളം എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് വന്നത്തേക്കും കാലറി വീണു അവിടെ കിടന്നു. ഒരു മകനെ കൂടെ ഉള്ളൂ. മകൻ രാവിലെ പണിക്ക് പോയി. ഇത് 10-11 മണിയായപ്പോൾ ഈ സംഭവം. എണീക്കാൻ വയ്യ, അവിടെ പറമ്പിൽ കിടക്കുക. പിന്നെ ഒരു വിധത്തിൽ അവർ വൈകിട്ടായപ്പോഴത്തേക്കും വലിയ വീട്ടിലെത്തി, വീടിൻ്റെ തിണ്ണ കയറി, എന്നിട്ട് മേശയിൽ വയ്യ ഫോൺ എടുത്ത് മകനെ വിളിച്ചു. അവർ കാലൊടിഞ്ഞു എന്നാണ് വിചാരിച്ചു, നടക്കാൻ പറ്റിയില്ല, എണീക്കാനും പറ്റിയില്ല. അന്ന് കഴിഞ്ഞപ്പോൾ അതായത് രാവിലെ 11 മണിയായപ്പോൾ നടന്ന സംഭവം ഈ അമ്മനെ ആശുപത്രി കൊണ്ടു വൈകിട്ട് 6:30-ക്കാണ്. അതുവരെ ആ പറമ്പിൽ ഭക്ഷണം കഴിക്കാൻ എണീക്കാൻ പറ്റാതെ അവിടെ കിടന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ വരുമ്പോൾ അവസ്ഥയിൽ ഇവരെല്ലാം ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള എൻ്റെ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകൽ വീടെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കേരളത്തിൽ ഉള്ളതാണ്, നിലവിലുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ല. പലരും വിചാരിക്കും നമുക്കിവിടെ അതിനുള്ള സൗകര്യമില്ലാന്ന്. പക്ഷേ ഇവിടെ സൗകര്യമുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ സൗകര്യമുണ്ട്. നമ്മളതൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കെട്ടിടങ്ങൾക്ക് ഇവിടെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ രാവിലെ മാതാപിതാക്കളെ അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് പണിക്ക് പോകാം. അതായത് കുട്ടികളെ അംഗൻവാടി കൊണ്ടുപോയി വിടുന്ന പോലെ കാരണന്മാരെ കൊണ്ടുപോയി വിട്ടിട്ട് അവരവിടെ ചീട്ടുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്നോളും. വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് കൊണ്ടുപോകാം. അങ്ങനെയുള്ള പകൽ വീടുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകൾ ഒക്കെ എൻ്റെ മനസ്സിലുള്ള പദ്ധതികളാണ്. അതേപോലെ തന്നെ ഞാൻ ഈ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിൻ്റെ വികസനം ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിൽ ഇവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ, എന്തെങ്കിലും വരുമാനമാർഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്കൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വരണമെങ്കിൽ. കാരണം ഒരു വീട്ടിൽ ഒരാൾ പണിക്ക് പോകുന്നു, ആണെങ്കിൽ മാത്രമേ പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. ഇവർക്ക് ചിലവിന് വരുന്ന ഈ ഒരാൾ പണിതിട്ടാണ്. അയാൾക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ പണിക്കൂലി കിട്ടും. അതിൽ നിന്ന് അയാളുടെ ചിലവും കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് അയാളുടെ കുറേ വട്ടച്ചെലവും കാണും. വീട്ടിലേക്ക് 1000-500 രൂപ എത്തിയാലായി. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ, ഈ സമൂഹം വികസിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാട് നന്നാവണമെങ്കിൽ ഈ സ്ത്രീകൾക്കൂടെ ഒരു വരുമാന മാർഗ്ഗം വേണം.
അതിന് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളുണ്ട്. ഈ MSME എന്നൊക്കെ പറഞ്ഞ പദ്ധതികളുണ്ട്. അതിന് പദ്ധതികൾ വഴി നമുക്ക് സാമ്പത്തിക സഹായം കിട്ടും. ചെറുകിട പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിച്ച് അവ കേന്ദ്രീകരിച്ച് ഒരിടത്ത് ശേഖരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ കോമൺ മാർക്കറ്റിങ്ങും പ്രൊഡക്ഷൻ ചെറിയ ചെറിയ യൂണിറ്റുകളുമാക്കി ഒരു 5 സ്ത്രീകൾ കൂടി ഒരു യൂണിറ്റ്. ഇപ്പം അവർ പപ്പടവട ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈത്തപ്പം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുഴലപ്പം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും, അല്ലെ ചിപ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ഒരു 5 പേര് കൂടി അവർക്ക് അതിന് സാമ്പത്തിക കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയുണ്ട്, പ്രൊഡ്യൂസർ കമ്പനിയൊക്കെ രൂപീകരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയുണ്ട്. അങ്ങനെയൊക്കെ പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് അവർക്കൊരു വരുമാന മാർഗം കിട്ടുകയും ചെയ്യും, നാടിന്റെ വികസനമാകുകയും ചെയ്യും. ഈ പ്രോഡക്റ്റുകൾ നാട്ടിലേക്ക് പോകും, എല്ലായിടത്തും എത്തുകയും ചെയ്യും. നാടൻ സംഭവങ്ങൾക്ക് ഇപ്പോഴും ഡിമാൻഡുണ്ട്. വിദേശത്തോട്ടാണ് നമുക്കത് വിദേശത്തോട്ട് വേണമെങ്കിലും കയറ്റി വിടാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, നമുക്കിവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് ആ ചക്കപ്പായിട്ട് തന്നെ കണ്ടാൽ അറിയാം. അത് തന്നെ നമുക്ക് മറ്റു ആൾക്കാരുണ്ട്, തൊഴിൽ ഭാഗത്തുമൊക്കെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ വഴിയൊക്കെ ആയിട്ട് നമുക്ക് ഇവ കയറ്റി വിടാനും പറ്റും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ എങ്കിലേ നാട് വികസിക്കുകയുള്ളൂ. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം വേണം. നമ്മൾ കുടിവെള്ളം വേണം, വഴികൾ വേണം, പിന്നെ വീടുകൾ വേണം. വീടുകളാണെങ്കിൽ പിന്നെ ഭവനരഹിതർക്ക് ഇപ്പം സേവാഭാരതിയുടെ ഒരു പദ്ധതിയുണ്ട്. സേവാഭാരതിയും ചിറ്റിൽപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പം അങ്ങനെ അതിൽ നമുക്ക് വീടുകൾ നമുക്ക് ലഭിക്കാം. നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് കൂടുതൽ എന്താ പറയുന്നത്, സർക്കാർ ഫണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഫണ്ട് കിട്ടിയില്ല, ആ ഫണ്ട് വരും, ഈ ഫണ്ട് വരും എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കേണ്ടതില്ല. ഒരു സമഗ്രമായ വികസനമാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ ഫണ്ട് ഉപയോഗിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സമയാസമയങ്ങളിലുള്ള ഫണ്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ NGOകളുണ്ട്, അവയുടെ ഫണ്ട് ഉപയോഗിക്കുക. അവയെ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അതേപോലെ തന്നെ കമ്പനികളുടെ CSR ഫണ്ടുകളുണ്ട്, CSR ഫണ്ടുകൾ അവ നമ്മൾ ശേഖരിക്കാൻ സാധിക്കുക, അല്ലെ അവയെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നാട്ടിൽ എനിക്ക് അനുഭവമുള്ളതാണ്, നാട്ടിലെ സുമനസ്സുകൾ, അതായത് നല്ല സഹായം ചെയ്യാൻ താല്പര്യമുള്ള, പൈസയും സഹായം ചെയ്യാൻ മനസ്സുള്ള നാട്ടുകാർ ഇഷ്ടം കൂടിയുണ്ട്. അപ്പോൾ അവരെ സമീപിച്ച്, അതിപ്പോൾ നാട്ടിലാണെങ്കിൽ വിദേശത്താണെങ്കിൽ പോലും അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ഫണ്ട് അയച്ചു തരും. അപ്പോൾ നമുക്കിവിടെ സുഖമായിട്ട് നമുക്കിവിടെ നാടിനെ വികസനം മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റേത്. ഈ മത്സരത്തിൽ താങ്കൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെന്ന് കേട്ടു. അപ്പോൾ താങ്കളുടെ ചിഹ്നം എന്താ? ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് NDA കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന മോദിയുടെ ഇന്ത്യ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സ്വതന്ത്രനായി തന്നെ എൻ്റെ പൈനാപ്പിളാണ് എൻ്റെ ചിഹ്നം. ഞാൻ പൈനാപ്പിളാണ്, അതാണ് എൻ്റെ ഉപജീവന മാർഗ്ഗവും. എല്ലാവർക്കും മനസ്സിലാകുന്നതും എല്ലാവർക്കും താല്പര്യമുള്ളതാണ് പൈനാപ്പിൾ. ദാഹത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ പൈനാപ്പിളാണ് എൻ്റെ ചിഹ്നം.